കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ക്യാമറ ഉണ്ട്, മേളത്തെ ഇത് കണ്ടോ, ഹോൾഡർ ഉണ്ടോ, അതാണ് ഇവിടുത്തെ ക്യാമറ കേട്ടോ. എനിക്കെല്ലാം കാണാൻ പറ്റും ഇവന്മാർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ. അല്ലേ മോനെ? അച്ഛൻ അവിടെ ഇരുന്ന് കാണും ഫോണിനകത്ത്, എന്നിട്ട് വന്ന് അടി തരും. അല്ലേ ലച്ചു? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓട്ടമാണ്, അതുകൊണ്ടാണ് വീഡിയോ വരാൻ വേണ്ടി വൈകുന്നത് കേട്ടോ. നമ്മള് മൊത്തത്തില് ഇങ്ങനെ ടൈറ്റ് ആടുമ്പോ ഇങ്ങനെ സമയമില്ല, അതാണ് സത്യം പറഞ്ഞാല്. കാരണം വീട്ടിലധികം നേരം ഇരിക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ അധികം നേരം ഇരിക്കുന്നില്ല, കട ബാക്കി ഓട്ടങ്ങള് ഇങ്ങനെ ഓട്ടമാണ്. ഓണം കാര്യങ്ങള്, ഓണം എന്തേലും ആയെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു ഓണം കിട്ടട്ടെ. നമ്മൾ ഓണത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കുഞ്ചൂസിനാണെങ്കിൽ പനിയായിരുന്നു, പനി കൂടി, അതായത് പനി വന്നിട്ട് ഇപ്പൊ ഒരു ശ്വാസം മുട്ടൽ കാര്യങ്ങളുണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ വരെയൊക്കെ ഒന്ന് പോകണം, ആവി പിടിപ്പിക്കണം, എന്നാലും നോക്കിയാവത്തുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ബിസി ആണെങ്കിൽ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ പനി കിട്ടും. പിന്നെ ഈ പനി ഇങ്ങനെ റൊട്ടേറ്റ് അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും വരും. അപ്പൊ വരുമ്പോഴേ നമ്മളിപ്പോ മാറ്റുക, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതിവിധി. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ വേണ്ടി പോവാണ്. അതന്നെ കുറെ കഷ്ടപ്പാടുണ്ട് എന്റെ പിന്നിൽ, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പൊ അത് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. അത് പറയുന്നതിന് ഇപ്പുറമായിട്ട് ഇന്ന് ആമിച്ചന്റെ PTA മീറ്റിംഗ് ആയിരുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ട് വന്നാണ്. ആമിച്ചനും ലച്ചുകുട്ടിയോട് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ പോകുന്നത്. അത് ആമിയുടെ തന്നെ. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പൊന്നോമന. അത് നിങ്ങൾ കണ്ടിട്ടോ? എന്തോ ശ്വാസം മുട്ടലും ഉണ്ട് കേട്ടോ. ഹലോ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലായിടത്തും. സുഖാണോന്ന് ചോദിക്ക്, സുഖാണോന്ന്. സുഖാണോ? ഓണമൊക്കെ എവിടെ വരെ ആയി? ഇത് കൊഞ്ചലാണ് ഈ സാധനം കേട്ടോ. ചിറ്റാവ എവിടെ നിപ്പുണ്ട്. രാവിലെ 2 എണ്ണത്തിനെയും ഞങ്ങള് ഇവിടെ ചിറ്റാമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ചേട്ടായി കടയിൽ പോയി, അച്ഛാ പോയി. ഇന്ന് ആമിച്ചന്റെ PTA മീറ്റിംഗ് ആയിരുന്നു. പേരൻസ് 2 പേരും ചെല്ലണമായിരുന്നു, പിള്ളേരെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ 2 പേരെ ഇവിടെ ആക്കിയിട്ട് വലിയ അലമ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് പോയി, എനിക്കിവിടെ ക്യാമറ ഉണ്ട്, മേളത്തെ ഇത് കണ്ടോ, ഹോൾഡർ ഉണ്ടോ, അതാണ് ഇവിടുത്തെ ക്യാമറ കേട്ടോ. എനിക്കെല്ലാം കാണാൻ പറ്റും ഇവന്മാർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ. അല്ലേ മോനെ? അച്ഛൻ അവിടെ ഇരുന്ന് കാണും ഫോണിനകത്ത്, എന്നിട്ട് വന്ന് അടി തരും. അല്ലേ ലച്ചു? അതുകൊണ്ട് പിള്ളേര് നല്ല പിള്ളേരായിട്ട് അടങ്ങിയിരിക്കും കേട്ടോ. അതുകൊണ്ട് ആകെ നശിപ്പിച്ചത് മാമന്റെ ഒരു ഹെഡ്സെറ്റ് മാത്രമാണ്. മാമന്റെ ഒരു ഹെഡ്സെറ്റ് മാത്രം നശിപ്പിച്ചിട്ടുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. വന്നതേ ഒരാള് പേടിച്ച് അവിടെ കുമാരിയമ്മയുടെ റൂമിൽ കയറി ഇങ്ങനെ നിക്കുവായിരുന്നു. എന്ത് അടിയൊക്കെ കിട്ടി, നല്ല കൊച്ചായി. അയ്യേ, തന്നെ എല്ലാം തന്നെ ഇപ്പൊ ചെയ്യണം. അവിടെ ചെന്നപ്പോഴാണേലും നമ്മളെ ഒരുപാട് പേര്, നമുക്ക് പേരൻസ് എല്ലാരും മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങള് കൊച്ചല്ലേ, ചെറുതല്ലേ എന്നും പറഞ്ഞ് പാമ്പർ ചെയ്ത് അവര് ഭയങ്കര ഒരു ഇതിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണെങ്കിലും PTA മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്ന് കുറെ അറിവുകൾ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. കുഞ്ഞുങ്ങളെ ഒരുപാട് ഇങ്ങനെ പാമ്പർ ചെയ്യല്, അവിടെ നമ്മളിപ്പോ പാമ്പർ ചെയ്യാറേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞ അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. കഴിച്ചില്ലെന്നും പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ല. അവർക്ക് വിശക്കുമ്പോ അവര് കഴിക്കുമ്പോനെ എന്ന് പറഞ്ഞ് കുറെ നടക്കണ്ട. അങ്ങനെ ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ചേഞ്ച് ആയി. ഇപ്പൊ ആമിച്ചനാണേലും തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടായി, ലച്ചുമോനാണേലും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അതുകൊണ്ട് കൊച്ച് സർപ്രൈസ് വേണോ? തരാം, സർപ്രൈസ് തരാം. വീഡിയോ എടുത്താ പിന്നെ സർപ്രൈസ് വേണം എന്റെ കൊച്ചിന് കേട്ടോ. ആമിച്ചന് അത് വേണ്ട, കൊടുക്കും. തരുന്ന ഞങ്ങള് മെയിനായിട്ട് ലച്ചുമാ നമ്മള് ഇന്ന് PTA മീറ്റിങ്ങിന് പോയത് ആമിഷന്റെ റിസൾട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓണപരീക്ഷയുടെ ഫസ്റ്റ് ടൈമിന്റെ റിസൾട്ട് വന്നു. നിർത്തുന്നില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുക എല്ലാവരുടെ അടുത്തും. മാർക്ക് ഒന്ന് പറ.
ഒന്നും പറയാനില്ല, ചുമ്മാ നിർത്തുന്നു. ഓക്കെ. അപ്പം എന്താ നിപുണന്മാരിങ്ങനെ നമ്മളെ സംസാരിക്കാനും ഒന്നും സമ്മതിക്കത്തില്ല, ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കാനും. അപ്പൊ നമ്മൾ അവരെ ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കി കേട്ടോ. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ ടീച്ചർമാരൊക്കെ പറഞ്ഞു തന്നു കുറെ കാര്യങ്ങൾ. പിന്നെ ആവശ്യമില്ല സ്കൂള് മാറ്റിയ പിന്നെ നല്ല വ്യത്യാസമുണ്ട് അല്ലേ ചൂട്ടാ? അച്ഛൻ മിണ്ടിക്കൊണ്ടിരിക്കുമല്ലേ, അതിനുശേഷം സംസാരിക്കാം കേട്ടോ. ഓക്കെ. അപ്പം സ്കൂള് മാറ്റിയതിന് ശേഷം ഉണ്ടായ റിസൾട്ട് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ബേസ് ആണ് ഇപ്പൊ മരിയൻ കിഡ്സിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. നല്ല മിടിക്ക് കുഞ്ഞാവയായെന്ന് ടീച്ചർ പറഞ്ഞു. അച്ഛയ്ക്കും അമ്മയ്ക്കും അതെ 3 ടീച്ചർമാരും 3 ക്ലാസ്സിലും ഇവള് ഫേമസ് ആണ്. ആഴ്ചയുടെ അച്ഛനും അമ്മയാണോ? സൂപ്പറാട്ടോ, നല്ല ഓക്കെ, നല്ല മിടിക്ക്. ആ പൊക്കുമ്പോ പൊങ്ങിപ്പോയല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്താ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം വീട്ടിൽ വരുമ്പോ കുറച്ച് പറവി കാര്യങ്ങളൊക്കെ പോലെ നമുക്ക് തോന്നി. പക്ഷെ അവൾ അങ്ങനെ അല്ലായിരുന്നു. ക്ലാസ്സിൽ നല്ല ശ്രദ്ധയുണ്ട്, പഠിക്കുന്നുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരു മാത്രമേ ഉള്ളൂ കേട്ടോ. കുറവാ. മൊത്തം 300, അതായത് 400 മാർക്കില് 378 മാർക്ക് കേട്ടോ. അപ്പൊ ചെറിയ മാർക്കുകളെ കുറഞ്ഞിട്ടുള്ളൂ. പൊറോട്ട ഒന്നും മേടിച്ചു തരത്തില്ല. പൊറോട്ട ഇന്ന് വരെ മേടിച്ചു തന്നിട്ടില്ല സ്കൂളില്. എപ്പോഴാ പൊറോട്ട മേടിച്ചു തന്നിട്ടുള്ളത്? എന്ന് ഇല്ല ഞാൻ മേടിച്ചില്ല. ചപ്പാത്തി ആയിരിക്കും. ഇതാണ് ആമിക്കുട്ടന്റെ പേപ്പർ. സ്റ്റാർ കെട്ടി അതിന്റെ താഴെ എന്താ എഴുതിയേക്കുന്നത്? ഇങ്ങനെ കാണിച്ച അച്ഛൻ കാണത്തില്ല. ഗുഡ്. ആംഷൻ ക്ലാസ്, അതായത് താമസ് രാമിനെ ചേർത്തത് ഈ സ്കൂളിലോട്ട്. അപ്പൊ കുറെ കഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. അതായത് ബാക്കിയുള്ള പിള്ളേരൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞു പുറകെ ഒപ്പം എത്തി. അത് ഭയങ്കര ഒരു സന്തോഷം. അവര് പ്രത്യേകം എടുത്തു പറഞ്ഞു കേട്ടോ. ആമിഷൻ അവരുടെ എല്ലാ രീതിക്ക് ആയിട്ടുണ്ട്. അതെന്നാ തെറ്റിപ്പോയി? അതേത് ലെറ്റർ ആയിരുന്നു മോനെ പറഞ്ഞേ? അത് തന്നെ ദാന്ന് പയ്യെ പറയുന്നേ. ദീപത്തിന്റെ ദാ തന്നെ തെറ്റിച്ചേ. മിടിക്കാണേ. ചക്കര മോളാച്ചേടെ എല്ലാം ശരിയാക്കില്ലോ. ഇത് മലയാളം അല്ലേടി? മലയാളത്തിന് 2 മാർക്ക് വേണ്ട. അതെ അതെ. ഓക്കെ, എല്ലാം സൂപ്പറായിരുന്നു. സന്തോഷം. എല്ലാരും എന്റെ കൊച്ചിനൊരു വിശ്വസ് പറയണേ. എന്തോ പോയി വെരി ഗുഡ് മേടിക്കണം കേട്ടോ. സ്കൂളിൽ പോയി ഏതോ 50-50 ഇല്ലേടി? ഏതോ ഒരെണ്ണത്തിന് ഓക്കെ എടുത്തു വെക്കട്ടെ. ചേച്ചിയുടെ മാർക്കിൽ നമുക്ക് എന്നത്തെ ഉള്ള ഓർമ്മയായിരുന്നു. ആദ്യത്തെ എക്സാം പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്ത് കൊടുത്തു. അമ്മ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ആവിക്കൂട്ടന്റെ പ്രോഗ്രസ് കാർഡ് അല്ല ആൻസർ ഷീറ്റ് കൊടുക്കുവാണ് കേട്ടോ. കൊടുക്ക് കാണട്ടെ. അമ്മ മോന്റെ എല്ലാ മാർക്കും കാണട്ടെ. നോക്കിക്കോ. മലയാളത്തില് ദീപത്തിന്റെ അറിയാം അവക്ക്. പക്ഷെ അത്ര തറവായിട്ടില്ലായിരുന്നു. കാരണം ലാസ്റ്റത്തെ ലെറ്റർ ആയിരുന്നു ബോള്. ഫുട്ബോൾ ഉണ്ട് ഇവിടെ. നേരെ ഇരുന്നേ. അതാ പറഞ്ഞേ, ഇവളെ പഠിപ്പിക്കുമ്പോഴേ ആമീനെ പഠിപ്പിക്കുമ്പോ എല്ലാ ദിവസമൊന്നും ലക്ഷ്മി കയറി വരത്തില്ല. പക്ഷെ ലക്ഷ്മി കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി വരുവേ. അപ്പൊ ഇവള് പറയുന്ന എല്ലാം തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയും.
ഇന്ന് ബി തൊട്ടല്ലേ വരച്ചു പോയത്, എന്തുവാ പറയണേ? നേരെ ഇന്ന് ലക്ഷ്മി നേരെ ഇരുന്നേ. ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞു മെഡിക്കായിട്ട് എല്ലാം സുന്ദരനായിട്ട് എഴുതിയല്ല. ആയിഷമ്മല്ലേ പറയുന്നേ കേക്ക അമ്മ, അത് കണ്ടല്ലേ കൊറേ പ്രാവശ്യം. കരണ്ട് പോയോ കേട്ടോ? എന്നാ പറ്റി വെച്ചു? സപ്പൈസ് നിനക്കെന്താ സപ്പൈസ്? സ്കൂളിൽ പോയി പരീക്ഷയൊക്കെ എഴുതി നല്ല മിടുക്കം കൂട്ടനായിട്ട് വരുവാണെങ്കിൽ മോൻ അറിയാന്നല്ല എഴുതിയിട്ട് വരുവാണെങ്കിൽ മോനും സപ്പൈസ് തരാവേ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് സന്തോഷം. എന്താ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ അവള് ഇതായിട്ടുണ്ട്. നമുക്ക് മാർക്കോ കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞെപ്പോഴും നല്ലൊരു ക്യാരക്ടറായിട്ട് ബിൽഡായിട്ട് വരണം. അതാണ് മെയിൻ ഉദ്ദേശം. സ്കൂളിൽ കൂട്ടത്തിൽ പഠിക്കാൻ വേണം. പഠിക്കാന്ന് വെച്ചാൽ ഓവറായിട്ട് ഒത്തിരി ഫുൾ മാർക്ക് മേടിക്കുക അങ്ങനൊന്നും അല്ല കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെ വേണ്ട. അത് ചെറിയ ക്ലാസ്സുകളാണ്, അവർക്ക് പഠിക്കാൻ തോന്നി നല്ലപോലെ ആവണം. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഒരു കാര്യത്തിലും. പക്ഷെ നല്ല ക്യാരക്ടറായിട്ട് വരണം, അത് മസ്റ്റായിട്ടും. അതിനിപ്പോ അടി കൊടുത്താണെങ്കിലും അങ്ങനെ ആക്കുക കേട്ടോ. ചെറിയ ക്ലാസ് ആണെന്ന് വെച്ചിട്ട് തീരെ എങ്ങനെയും പോട്ടെന്ന് പറഞ്ഞു എല്ലാ ദിവസവും റിവിഷൻ ചെയ്യും. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ പോലും അമ്മയാണ് അവളെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നതും ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം. അതുകൊണ്ട് അതിനോട്ടുള്ള എല്ലാം നല്ല രീതിയിലുള്ള അവള് പകുതിക്കാണ് സ്കൂളിലേക്ക് ചെന്നത്. അപ്പൊ പിള്ളേരെല്ലാം ഒപ്പം എത്തി കറക്റ്റായിട്ടെല്ലാം നല്ല രീതിയിൽ. ഭയങ്കര സന്തോഷം. കാരണം പ്രത്യേകം താങ്ക്സ് പറയേണ്ടത് സിൽവി ടീച്ചറിനാണ്, മരിയം കിഡ്സിലെ. പിന്നെ അവിടുത്തെ മെയിൻ ടീച്ചർ അതായത് മേഡത്തിനാണ്. അവിടുത്തെ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. നമ്മുടെ കുഞ്ഞിന് പെട്ടെന്നൊരു ഒരുപാട് വ്യത്യാസങ്ങളാക്കി. കാരണം അവളെ അല്ലെങ്കിൽ പഴയ സ്കൂളിലാണെങ്കിൽ ഒന്നുകൂടെ അവളെ എന്റെ പ്ലേ സ്കൂളിൽ തന്നെ ഇരുത്തണമെന്നാണ് പറഞ്ഞത്, തറവൊന്നും ആവാഞ്ഞുകൊണ്ട്. അപ്പൊ പക്ഷേ എല്ലാ കാര്യങ്ങളും അവള് പഠിച്ചു. അതിനകത്ത് സന്തോഷമുണ്ട്. കാരണം ഈ 2 മാസം കൊണ്ട് നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ പഠിച്ച്, അതായത് അവിടുത്തെ LKG പിള്ളേരെ എല്ലാ ലെവലിലും അവള് വായി. അവൾ ഇനിയിപ്പോ നേരെ അടുത്ത വർഷം UKG പോയാൽ മതി, പിന്നെ 1 പോയാൽ മതി. ആ ലെവലിലോട്ട് ആക്കി തന്ന മരിയം കിഡ്സിന് ഒത്തിരി ഹൃദയത്തിൽ നിന്നും നന്ദി. കാരണം പേരൻസ് എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവള് ഭയങ്കര നല്ല ആക്റ്റീവാണ്, എല്ലായിടത്തും സംസാരിക്കും. നമുക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ അടുത്ത് സംസാരിക്കത്തില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ എല്ലായിടത്തും സംസാരിക്കും, പാട്ട് പാടിക്കൊടുക്കും. ടീച്ചർമാരുടെ എല്ലായിടത്തും പോയി വിശേഷങ്ങളെല്ലാം വീട്ടില് പറയും. ക്ലാസ്സില് അവളെല്ലാവരുടെ കാര്യങ്ങളും ലീഡർ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും ചില കാര്യങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്ന ചിലരെ ശ്രദ്ധിക്കണം. അപ്പൊ അതെല്ലാം ഓടി ഒന്നും എല്ലാവരും ഇന്ന കുട്ടി ഇന്ന ഏത് ഇന്ന കുട്ടി. അതുകൊണ്ട് ചില പിള്ളേരൊക്കെ ചില ദിവസം നാളെ വരാതെ എന്നോട് പറയും, അമ്മ എന്നോട് ഇന്ന കുട്ടി ഇന്ന് മിണ്ടിയില്ല, അമ്മ ഇന്നലെ. അത് ഇനി പിറ്റേ ദിവസം മിണ്ടുമ്പോ വന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു മിണ്ടിക്കോളൂ, എന്തെങ്കിലും കാര്യം നമുക്കറിയാലോ, ടീച്ചർ പറഞ്ഞാൽ ഓൾറെഡി. കുഞ്ഞുങ്ങളല്ലേ, അത് രസമായിട്ടോ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം. ഈ ഒരു കാര്യം എന്താ, ഇന്നിപ്പം പേരന്റ്സ് മീറ്റിംഗിന് പോയിട്ട് വന്നിട്ട് നല്ലൊരു സന്തോഷം. കുറെ കാര്യങ്ങളൊക്കെ ടീച്ചർമാരെല്ലാം പറഞ്ഞു. നമ്മൾ ഒത്തിരി പാമ്പർ ചെയ്യല്ലേ പിള്ളേരെ, അതൊക്കെ ആ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളെ പേരന്റ്സ് ആയിട്ടുള്ളവരാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ കൊച്ചല്ലേ ഗ്രാൻഡ് പേരന്റ്സ് ആണ് ഇവരെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത്. ഇവിടെ അച്ഛക്കാണേലും അമ്മയ്ക്കാണേലും ചിറ്റാമ്മയ്ക്കാണേലും നമ്മളൊരു അടി അടിച്ച് അവർക്ക് ഭയങ്കര വിഷമാണ്. അത് എല്ലാരും ശത്രുവാണ് ഞാനും അത്രയില്ല. പക്ഷെ എന്റെ അടുത്താണ് മൊത്തം അടി. ഞാൻ ഏറ്റവും കൂടുതൽ അടിക്കാൻ മടുക്കുക ചെയ്യുന്നത്. ഞാൻ എവിടെ ഇരുന്ന് കണ്ടാൽ ഞാൻ ഓടുന്നത്, എന്നെ തന്നെ വിളിക്കുകയും ചെയ്യും. സുനിൽ ഒരു വടിയും എടുത്തിട്ട് വന്നേ എന്നെ വഴക്ക് പറയുന്നത്. എന്നിട്ട് ഞാൻ വന്ന് അടിച്ചു, പിന്നെ ഞാൻ പിന്നെ ശത്രുവായി. അല്ല, അവർക്ക് ഭയങ്കര വിഷമമാണ്. നമ്മള് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വന്ന അടി. പിന്നെ എല്ലാവരും വിചാരമാണ് കുഞ്ഞല്ലേ കൊച്ചല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ പോകുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ മാറ്റേണ്ട ടൈമായി. അവർക്ക് 4 അപ്പം ബേസ് കിട്ടേണ്ട സമയമാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ അത് കറക്റ്റ് എങ്ങനെ പോകുന്നു ആ ഫോമിൽ തന്നെ പോകണം. സ്ട്രിക്റ്റ് അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് പോകണം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മള് ഇപ്പൊ അടിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വേറെ ആൾക്കാർ തല്ലും. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ശിക്ഷയാണെങ്കിലും കൊടുത്ത് നമ്മൾ വളർത്തണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എവിടെ വെച്ചിട്ടാണെങ്കിലും ഞാൻ അടി കൊടുക്കാറുണ്ട് കേട്ടോ. ആമിക്കിട്ടാണെങ്കിലും ലച്ചൂരിട്ടാണെങ്കിലും അടി കൊടുക്കാറുണ്ട്. ആര് നോക്കുന്നു അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് കുഞ്ഞുങ്ങളാണ് ഒരു ആവശ്യമില്ലാത്ത വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കാറുണ്ട്. അത് എന്താ നമുക്ക് അടിച്ചു കൊഴിക്കുമ്പോ എനിക്ക് വിഷമം വരും, സങ്കടം വരും, ഭയങ്കര. പിള്ളേർക്ക് പിന്നെ എന്താന്ന് വെച്ചാല് ഇവരിതൊന്നും മനസ്സിൽ വെക്കുന്ന കാര്യങ്ങളല്ല. 5 മിനിറ്റ് ഇതങ്ങ് മറന്നുപോകും. അവരുടേതായിട്ടുള്ള പിന്നെയും തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അങ്ങനെ പിണക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. കുഞ്ഞുങ്ങളാണ്, അവർക്ക് മനസ്സിലാവും. ഇപ്പൊ അവര് തെറ്റ് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ടീച്ചർമാരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അത് നന്നായിട്ട് പറയും. ആരെന്നെ വന്നതിനും പറഞ്ഞോണ്ട് പറയും, അമ്മ ഇപ്പൊ എന്നെ അടിച്ചിട്ട് ഞാൻ കുർത്തക്കേട് കാണിച്ചിട്ടല്ലേ. അതെ, അത് കറക്റ്റായിട്ട് പറയാം. അപ്പം പിള്ളേരെ ശിക്ഷിച്ച് തന്നെ ഉറപ്പായിട്ടും വളർത്തണം. കാരണം എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്.
അതെല്ലാം ഒഴിവാണെങ്കിൽ പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ തന്നെ വരണം. ഒരു പരിധി വരെ കേട്ടോ, ഒത്തിരി അമിതമായിട്ടൊന്നല്ല, കുഞ്ഞുങ്ങളെ ആവശ്യത്തിന് മാത്രം ശിക്ഷിച്ച് വളർത്തണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് സ്കൂളിൽ നിന്ന് പറയണം, എല്ലാം പറയും കേട്ടോ. അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സ് ആയിട്ടും പോകണം, ആ കൂട്ടത്തിൽ ചെറിയൊരു പേടിയും വേണം. അപ്പൊ അങ്ങനെയാണ് രണ്ടുപേരും ഇപ്പം എന്നെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേറെ ആരെ പറയുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം. കുഞ്ഞ് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, അവളുടേതായിട്ടുള്ള രീതിയിൽ അവളെല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് കട ചെന്ന് കാണിക്കാം അല്ലേ. ഇത് സർപ്രൈസ് ആണ് കേട്ടോ. സർപ്രൈസ് എന്ന് വെച്ചാല് നമ്മുടെ ഷോപ്പ് തുടങ്ങിയ പോലെ ഒരു കാര്യമാണ്. അതായത് ഭയങ്കര സന്തോഷം, കുറെ നാൾ കൂടി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താവോ കുറെ നാളത്തെ ഒരു ഡ്രീമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ബാക്കി നമുക്ക് കടയിൽ പോയിട്ട് കാണാം കേട്ടോ. ഇന്ന് കടയിൽ കുറേ പരിപാടി ഉണ്ട്. നമ്മുടെ ഒരു കാർ വന്നിരിപ്പുണ്ട്, അത് അസംബിൾ ചെയ്യണം. ഇത് ജീപ്പ് വന്നിരിപ്പുണ്ട്, അത് അസംബിൾ ചെയ്യണം. അതൊരു പുല്ലാടെന്നുള്ള ചേച്ചി കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഓൾറെഡി അവര് ഇനിയിപ്പോ നാളെ വരും, അസംബിൾ ചെയ്ത് വെക്കണം. അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, നേരെ കടയിലോട്ട് പോവാം. കടയിൽ നമ്മൾ പോയിട്ട് ചേട്ടനെ ഇങ്ങോട്ട് വീട് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കടലിട്ട് പോവാം. ഇവിടെ ഒന്ന് ശ്വാസം മുട്ടലുണ്ട് ചെറുതായിട്ടൊന്ന് ആവി പിടിപ്പിക്കാൻ ആശുപത്രി പോകണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ശ്വാസം മുട്ടലാവും. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അവിടെ പോയിട്ട് സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ട് വേണം. ഓക്കെ, നേരെ അങ്ങോട്ട് പോകാം. അപ്പം കുഞ്ചൂസിനെ വണ്ണം വെച്ചു എന്നതിന് തെളിവാണ് പുറകെ ഒരാൾ മറിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ കടയിലെ കൊച്ചാണ് കേട്ടോ, പുതിയ അനിയത്തിക്കുട്ടി. നമ്മുടെ പഴയ നിന്ന പ്രിയങ്കയുടെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്, വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക കണ്ടില്ലായിരുന്നു മോളെ? കണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ വീട്. അഞ്ജനേന്നാണ് പേര്. അപ്പൊ ഇപ്പൊ എത്ര ദിവസമായി? കുറച്ച് ദിവസമായി കേട്ടോ, ഒരാഴ്ചയായി. അപ്പൊ വീഡിയോക്കാൻ നിൽക്കാൻ ഒരു ഷൈയേ, അപ്പൊ ഞങ്ങൾ പിടിച്ചു നിർത്തി കേട്ടോ. അപ്പൊ ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ ലാപ്ടോപ്പ് കണ്ട് അവിടെ റിബൺ ഒക്കെ കെട്ടി നിൽപ്പുണ്ട്. എന്റെ ഭാഗ്യ ദേവതയായിട്ടുള്ള കുഞ്ചസിനെ വെച്ച് ഉദ്ഘാടിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം എന്താണ് കാര്യം, എന്തുവാണെന്ന് അത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പറയാം. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കടയുടെ ഒരു മെയിൻ ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിനകത്ത് അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല, അത് ഇതിന് ശേഷം പറയാം കേട്ടോ, ഉദ്ഘാടനത്തിന് ശേഷം പറയാം. ഓക്കെ, അവർ രണ്ടുപേരോട് ഉദ്ഘാടിക്കട്ടെ കേട്ടോ. ഇനി അവൾ ഇവിടുത്തെ മെയിൻ ആളാണല്ലോ. യെസ്, അപ്പം റിബൺ അഴിച്ച് ഉദ്ഘാടിക്കാൻ പോവാണ് കുഞ്ചൂസ്. വാ, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. യെസ്, കൈ അടിക്കൂ. അങ്ങനെ നമ്മള് ആമീസ് വേൾഡിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് ഓണത്തിന്. അതെ അഭിൽസോട്ടെ. ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഷോപ്പിൽ വരാത്തതിൽ ഒത്തിരി സങ്കടമുണ്ട്. ഇന്നെടുത്ത് ദൂരം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഈ ടൈം വരെ ഉണ്ട്. കളക്ഷൻസ് കാണുമ്പോൾ ഡയറക്റ്റ് വന്ന് എടുക്കണമെന്നുണ്ട്, നോക്കണമെന്നുണ്ട്. പിന്നെ ചിലവര് പുറത്തായിരിക്കും, അപ്പം അവർക്ക് പേരൻസിന് ചേച്ചിമാർക്കൊക്കെ കുട്ടികൾക്ക് ഇനി അവിടെ ഇരുന്നോണ്ട് തന്നെ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കും കേട്ടോ. അതെ. അപ്പം വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് കുറേ കഷ്ടപ്പാടുകൾ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ആമീസ് വേൾഡ് എന്ന് തന്നെയാണ് പേജിന്റെ പേര്. ഓക്കെ, ഓക്കെ, ഇത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇപ്പോൾ ഓണം കളക്ഷൻസ് ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണേ ആയിട്ട്. ഇവിടുത്തെ ഫോട്ടോ ഒക്കെ മാറ്റും കേട്ടോ, ഫോട്ടോ ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു കുഞ്ഞിൻ്റെ ഒരു ഇത് എടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹോം പേജ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ സൈഡിൽ ഒരു വാട്സപ്പിൻ്റെ ചിഹ്നോടെ വരുവേ. അതിനകത്തൂടെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പിന്നെ മറ്റേണിറ്റി ടിക്കറ്റ് കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ വാട്സപ്പ് വഴി തന്നെ ആയിരിക്കാം. ഇതിനകത്ത് മറ്റേണിറ്റി ടിക്കറ്റ്സ് ആഡ് ചെയ്യും, പക്ഷേ അതൊരു കറക്റ്റ് ഇത്ര ഹാമ്പർ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സെറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചെറിയ രീതിയിൽ ഒത്തിരി വലിയ എമൗണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് ഇതിനകത്ത് പാടായിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ചിലർക്ക് ആ എമൗണ്ട് പറ്റില്ല, ചിലർക്ക് ഇന്ന സക്കാനെ ആഡ് ചെയ്യണം. വെബ്സൈറ്റ് വഴി പാടാം, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെ സംസാരിച്ചു. കാരണം ഒരുപാട് ഡൗട്ട്സ് ഉള്ള കാര്യമാണ് മറ്റേണ്ടി നടന്നത്. അപ്പം ഞാൻ തന്നെ സംസാരിച്ചു. എങ്കിലും ഒരു 10 കിറ്റയിലും ഞങ്ങൾ ഇതിനകത്ത് റെഡിയാക്കി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ് ഇട്ട് തൊട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് A to Z ഈ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മേടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതാണ്ടേ ഇതാണ് ഞാനിപ്പോൾ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഇറക്കിയെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ നമ്മുടെ കളക്ഷൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലോട്ട് കയറി വരുമ്പോഴത്തേക്കും വെബ്സൈറ്റ് വേണ്ട AmiSfield.myshopify.com അതാണ് കേട്ടോ വെബ്സൈറ്റ്. ഞാൻ ലിങ്ക് കാര്യങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഹോം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഓണം കളക്ഷൻ അല്ലേ വേണ്ടത്. അപ്പോൾ ഓണം കളക്ഷനാണ് വേണ്ടതെങ്കിൽ വേണ്ട ഇവിടെ ഇപ്പം നമ്മൾ തുടക്കമായതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ കേരളയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷിപ്പിംഗ് ചാർജൊക്കെ ആവും. കാരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടെ ഇടുക എപ്പോഴും പോസിബിൾ അല്ല. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ഓഫർ പോലെ വെച്ചേക്കുന്നതാണ് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ മേളി ഹാപ്പി ഓണം എന്ന് കാണും. അതിലോട്ടൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഓണം കളക്ഷൻസിലോട്ട് നേരെ പോകും കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മുടെ കടയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം വേണ്ടേ ഒന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ കാര്യം പറയാനുള്ളത്, ഇന്ന് 27 ആണ് ഓഗസ്റ്റ്. അപ്പൊ ഇന്ന് തന്നെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് നമ്മുടെ വെബ്സൈറ്റ്. അപ്പം ഇപ്പൊ തന്നെ ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് തൊട്ട് ഒരു 29th വരെ നിങ്ങൾ ഓണം കളക്ഷൻസ് ഓർഡർ ചെയ്യുവാണെങ്കിലുള്ളൂ നമുക്ക് ഓണത്തിന് മുന്നായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അപ്പം ഹോം ഡെലിവറി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്താലേ ഹോം ഡെലിവറി കിട്ടുള്ളൂ. കാരണം ഒരു 5 ഡേയ്സ് മിനിമം ഒരു 5 ഡേയ്സ് നാളെയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓണം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണ്ടാത്തവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. അതായത് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ഒരു 29th ഇപ്പുറം ഓണം കളക്ഷൻസ് വേണ്ടവര് ഇതിനകത്തൂടെ ബുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നത്. ഇല്ല, ഇത് ഓണം കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം എങ്ങനെ മേടിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരുന്നേക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലിങ്ക് ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ഇതാണ്ട് ഇങ്ങനെയായിരിക്കും ഹോം വരുന്നത്. അപ്പോൾ അതിനകത്ത് കാറ്റലോഗ് എന്ന് കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഈ മേളിലായിട്ട് ഹാപ്പി ഓണം എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഇൻ കേസ് കാറ്റലോഗിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ നമ്മുടെ എല്ലാ ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഇതിനകത്ത് കാണിക്കും. ഒരു ഐറ്റം എങ്ങനെ മേടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഐറ്റമാണ് വേണ്ടത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേണ്ട ഫോട്ടോ ഇവിടെ വരും. ഷിപ്പിംഗ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആണേ. അത് സൈസ് ഈ ഒരു ഇതിനകത്ത് 0 to 1 1 ഇയറും 1 to 2 ഇയറും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി കടയിൽ സെയിലായിപ്പോയി. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ഈ സൈസാണ് വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഫോണിൽ ഉപയോഗിക്കാം കേട്ടോ. ഫോണിൽ ഇത് സെയിം തന്നെയാണേ. വേണ്ട ബൈ നൗ കൊടുക്കുക കേട്ടോ. ബൈ നൗ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് ഫില്ല് ചെയ്യണം കേട്ടോ. ഫില്ല് ചെയ്തിട്ട് ഫോൺ നമ്പർ, പിന്നെ പേയ്മെന്റ് ഗൂഗിൾ പേ ഉണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട്, അവൈലബിൾ ആണ്. അത് നമ്മളിപ്പം ക്യാഷ് ഓൺ ഡെലിവറി കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒന്ന് കട്ടാക്കി വെക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റ് ആക്കും കേട്ടോ. അപ്പോൾ അതുവരെ UPIയും കാർഡും ഒക്കെയാണ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പം എന്താണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ പേ ചെയ്യുമ്പോഴത്തേക്കും എനിക്കിവിടെ മെസ്സേജ് വരും. നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് എങ്ങനെയാണ് ഡെലിവറി വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. മിക്കതും ഹോം ഡെലിവറി തന്നെയായിരിക്കും. പിന്നെ ഹോം ഡെലിവറി വേണ്ടാത്തവർക്ക്, ഫാസ്റ്റായിട്ട് കിട്ടേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. ഇത് മാത്രമല്ല നമുക്കിനി വരുന്ന കുർത്തീസ് എല്ലാം വരും, സാരികൾ വരും, ഓർണമെന്റ്സ് വരും. അതായത് ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി സ്റ്റോർ ആക്കി കംപ്ലീറ്റ് ഒരു ഫാമിലി സ്റ്റോർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമ്മുടെ ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളത് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതിന് തൊട്ട് ഓപ്പൺ ചെയ്തപ്പോ തൊട്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പൊക്കോണ്ട് നമ്മുടെ അമ്മയുടെ രണ്ടാമത്തെ വീഴ്ച. അത് കഴിഞ്ഞ് അത് അവിടെ പതുക്കെ സ്റ്റോപ്പ് ആയി. പിന്നീട് എനിക്ക് ഷോപ്പിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ഷോപ്പിലോട്ട് തന്നെ. അപ്പൊ അതിലേക്ക് തന്നെ നമ്മുടെ ലക്ഷ്യം തന്നെ നമ്മള് സാരിയും പിന്നെ ഓർണമെന്റ്സും എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതെ, അതെല്ലാം ആമിസ് വേൾഡിന്റെ വെബ്സൈറ്റ് വഴി ആയിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിന്റെ വെബ്സൈറ്റ് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗൽ നെയിം, ഷോപ്പിന്റെ ലീഗൽ നെയിം തന്നെയാണ് നമുക്ക് വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ നല്ലത്. അതുകൊണ്ടാണ്. കാരണം ബാക്കി GST കാര്യങ്ങൾ, ടാക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ് നമുക്ക് വെബ്സൈറ്റിൽ.
അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് ആമീസ് വേൾഡ്. ലക്ഷ്യ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ ഇതിൽ. അവിടെ അതിനകത്ത് നമ്മൾ സാരി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും. അതേപോലെ അത്യാവശ്യം പിന്നെ വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യും വെബ്സൈറ്റ് വഴി. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് ഒരു എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി മേടിക്കുക. പയ്യെ അതായത് ഘട്ടം ഘട്ടമായിട്ട് നടക്കുകയുള്ളൂ. കാരണം നമുക്കൊരു ബാക്കപ്പ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ നൈറ്റീസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം ഓണത്തിന് മുമ്പായിട്ട് അമ്മമാർക്ക് പുറത്തിരിക്കുന്ന ചേച്ചിമാർ ഓർത്തോ അമ്മമാർക്ക് നൈറ്റിയൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നേരെ മേടിച്ചു കേട്ടോ. അതിനിപ്പുറം തന്നെ നമ്മൾ ആഡ് ചെയ്യും. അതായത് ഒരു 2 ദിവസത്തിനുള്ളിൽ നൈറ്റ് കാര്യങ്ങളെല്ലാം വരും കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇനി ഇത് നല്ല രീതിയിൽ റണ്ണാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറ്റിയാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് കൂടും, മനസ്സിലായോ? ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഒരു 5-6 പേര് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്കായി ഇപ്പോൾ ഇത്രയും തിരക്കിനിടയ്ക്ക് പിന്നെ ഒരു കൈകാര്യം ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പം കടയിൽ സെയിലാവുന്ന സാധനം ഇനി മൈനസ് ചെയ്യണം, ആഡ് ചെയ്യണം, പുതിയ ഐറ്റം വരുന്നത് ആഡ് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഓർഡർ വരുന്നത് പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പ്രാർത്ഥിക്കുക അതിനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്ക് ഈ ചെറിയ പനികളല്ല, ചിലപ്പോൾ ആവശ്യത്തിന് നല്ല രീതിയിൽ കിടക്കേണ്ടതൊക്കെ വരുന്നു. അപ്പൊ അതൊന്നും വരാതെ പനിയൊക്കെ ഒന്ന് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോയി പറഞ്ഞു വിടാനുള്ള ഇതുണ്ടാക്കുന്നത് പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് ആരോഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുക. അതെ, അപ്പൊ ഇതൊരു കംപ്ലീറ്റ് സ്റ്റോർ ആയിട്ടില്ല. കംപ്ലീറ്റ് സ്റ്റോർ ആവണമെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പൊ ഓണത്തിന്റെ കളക്ഷൻസും ഇപ്പൊ കയ്യിലുള്ള കുർത്തികളുടെ കളക്ഷനും മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിച്ച് സഹകരിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഒന്ന് ആശുപത്രിയിലൊക്കെ ഒന്ന് കൊണ്ടോട്ടെ കേട്ടോ. ഓക്കെ, ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തൊട്ട് നിങ്ങൾ മേടിച്ച് തുടങ്ങിക്കോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലോട്ട് സാധനങ്ങളൊക്കെ എത്തിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു ജീപ്പാണ് കേട്ടോ. ഇത്രയുണ്ട്, നല്ല വെയിറ്റുകളുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഏതാ അടിയെന്നൊന്നും അറിയാൻ ഒളിഞ്ഞു നോക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെട്ടി പറഞ്ഞ വീട്ടിലിരുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ, പുല്ലാളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് തിരുവല്ലയ്ക്ക് അപ്പുറല്ലേ. അവര് വന്നെടുക്കുന്ന കേട്ടോ. അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഇവിടെ എടുത്തു വെക്കാനുള്ള സ്ഥലമില്ല. ഒന്നാമത്തെ കാര്യം വണ്ടി. അപ്പം അവര് ഇഷ്ടപ്പെട്ട് കളർ ഇഷ്ടപ്പെട്ട് 2 പ്രാവശ്യം ഇപ്പൊ വന്നു കേട്ടോ കടയില്. 3 പ്രാവശ്യം വന്നു. അപ്പൊ ഇനിയിപ്പോ കുഞ്ഞിന് ബർത്ത്ഡേക്ക് വേണ്ടി അവര് മേടിക്കുന്ന കേട്ടോ. നമുക്ക് പൊട്ടിക്കാനേ അൺബോക്സ് ചെയ്യാം. ഇത് വണ്ടി റെഡി ആയിട്ടല്ല വരുന്നത്, നമ്മൾ അസംബിൾ ചെയ്യണം കേട്ടോ. അസംബിൾ ചെയ്യുന്ന 2 പേരാണ് കേട്ടോ. ഇവര് 2 പേര്. ഒരു ചീഫ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ആണ്. അത് BSc ഫിസിക്സും ഇത് BA ഹിസ്റ്ററിയും. ഇങ്ങനെയാ വരുന്നത്. ഇങ്ങനെയാണ് ഒരു ജീപ്പ് വരുന്നത് കേട്ടോ. ഇങ്ങനെ തുണിയൊക്കെ അയച്ചു ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഉടുപ്പ് എന്റെ ഇടയ്ക്ക് അത് പൊട്ടിച്ച് കളിക്കാതെ മാറ്റം കൊണ്ട് ഈ സാധനം ഇങ്ങനായിരുന്നു. ഇത് ആമിയുടെ ഒക്കെ സെയിം പോലീസിന്റെ അല്ലേ? എന്തോ ഒരു വ്യത്യാസം പോഷന്റെ. അതിന്റെ വ്യത്യാസം. സീറ്റ് അങ്ങനെയല്ല പീസസ് ആയിട്ടാണ് തരും. അങ്ങനെ തന്നെ മറ്റേ എറണാകുളത്തെയും ലാസ്റ്റത്തെ കൊടുത്തത്. പിന്നെ വണ്ടി നിൽക്കുമ്പോ ഇതെല്ലാം കൂടെ വെക്കുമ്പോ ബാക്കിലത്തെ പിടിയെല്ലാം വരുമ്പോ നല്ല വലുപ്പം വരും. കറുത്ത വണ്ടിയുടെ വിരിച്ചിട്ടാ നമ്മള് മറ്റേത് ഇതുപോലെ വിരിച്ചിട്ടാ ഇത്. വണ്ടി അതെ കട്ടപ്പുറത്ത് ഇങ്ങനെ വണ്ടി ഇരിക്കും. അതുപോലെ ഇരിക്കുന്നു.
ഇങ്ങനെ കാണുമ്പോ ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെ വണ്ടി ഇങ്ങനെയല്ല വരുമ്പോ ഇതിലും വലുപ്പമാവും അല്ലേ ഫുൾ സെറ്റ് ചെയ്യുമ്പോ. വണ്ടി മൊത്തം സെറ്റാക്കി കേട്ടോ, സെറ്റാക്കി കൊടുക്കാൻ പരുവത്തിലാക്കി വേണ്ടേ ഇട്ടേക്കുന്ന ചാർജ് ആക്കുക കേട്ടോ. അതെ ആവശ്യത്തിന് ലക്ഷ്യകൂട്ടനുള്ള അതേ മോഡൽ കേട്ടോ. അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വേറെയാണ്. പിന്നെ ഇതാണ്ട് ചാർജ് കുത്തിട്ടേക്കുവാണേ. അവർ 9 മണിക്ക് ഇപ്പുറം എടുക്കാൻ വരാമെന്ന് പറഞ്ഞു. സെയിം മോഡലാണ് കേട്ടോ. അവർ ആവശ്യത്തിൻ്റെ വണ്ടിയൊക്കെയാണ് വന്ന് കണ്ടത്, കടയിൽ വന്ന് കണ്ടത് കേട്ടോ. അത് തന്നെ റെഡ് എടുക്കാൻ വേണ്ടി ഇരുന്നേ. അവസാനം ബ്ലാക്ക് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അടിപൊളിയല്ലേ.